സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള തീരുമാനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന തീരുമാനം എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. SIR നടപടികൾക്കായി ജില്ലാ കളക്ടർമാരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ചർച്ച ഇന്ന് 3 മണിക്ക് നടക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനിടയിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച രംഗത്തെത്തിയത്. തീരുമാനങ്ങളിൽ നിന്ന് കമ്മീഷൻ പിന്തിരിയണം. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ കളിപ്പാവയാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കരുതെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ SIR പ്രക്രിയ ആരംഭിച്ചത് പ്രായോഗികമായി തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കേരളം പ്രത്യേകമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇപ്പോൾ ഇത് അടിച്ചേൽപ്പിച്ചത് ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്, ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. ഇതിനെയെങ്കിലും തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ജനാധിപത്യത്തിന്റെ അന്ത്യം കുറിക്കുവാനുള്ള തീരുമാനമെന്ന ET മുഹമ്മദ് ബഷീർ MP. ജനാധിപത്യ സംവിധാനത്തിൽ ഈ ഇലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് വോട്ടർ ലിസ്റ്റിൻ്റെ നവീകരണമാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി കൃത്രിമം നടത്താൻ വേണ്ടി മയക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന നടപടിയാണത്. അതിനെ എതിർക്കാതിരിക്കാൻ ഒക്കില്ല, ശക്തമായിട്ട് അതിനെ എതിർക്കും. നടപടികൾ ആലോചിക്കുന്നതിനായി ജില്ലാ കളക്ടർമാരുടെ യോഗം ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. നാളെ രാഷ്ട്രീയ കക്ഷികളുടെയും യോഗം ചേരും. എതിർപ്പിനിടയിലും SIR നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.